وَكَذَلِكَ نُفَصِّلُ الْآيَاتِ وَلَعَلَّهُمْ يَرْجِعُونَ. നോക്കുക, ദൃഷ്ടാന്തങ്ങൾ നാം ഇപ്രകാരം സ്പഷ്ടമായി അവതരിപ്പിക്കുകയാകുന്നു. ഈ ജനം സത്യത്തിലേക്ക് മടങ്ങേണ്ടതിനത്രേ ഇപ്രകാരം ചെയ്യുന്നത്. സത്യം തിരിച്ചറിയുന്നതിന് മനുഷ്യനിൽ തന്നെയുള്ള അടയാളങ്ങൾ അല്ലാഹു വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ധിക്കാരത്തിന്റെ നയം വിട്ടൊഴിഞ്ഞ് അടിമത്തത്തിന്റെയും അനുസരണത്തിന്റെയും നിലപാടിലേക്ക് മനുഷ്യൻ തിരിച്ചുവരാൻ വേണ്ടിയാണെന്ന് സാരം. وَاتْلُ عَلَيْهِمْ نَبَأَ الَّذِي آتَيْنَاهُ آيَاتِنَا فَانسَلَخَ مِنْهَا فَأَتْبَعَهُ الشَّيْطَانُ فَكَانَ مِنَ الْغَاوِينَ. പ്രവാചകരെ, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച ജ്ഞാനമരുളിയിട്ടുണ്ടായിരുന്ന ആ മനുഷ്യന്റെ കഥ അവർക്കൊന്ന് പറഞ്ഞുകൊടുക്കുക. പക്ഷേ അയാൾ ജ്ഞാനത്തെ അനുസരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഒടുവിൽ പിശാച് അയാളുടെ പിന്നാലെ കൂടി. അങ്ങനെ അയാൾ വഴിപിഴച്ചവരിൽ പെട്ടവനായിത്തീർന്നു. അല്ലദീ ആതൈനാഹു എന്ന വാക്ക് ഏതോ പ്രത്യേക വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പേരെടുത്തു പറയുന്നില്ല. ഖുർആന്റെ സാംസ്കാരിക വിശുദ്ധിക്ക് തികച്ചും അനുയോജ്യമായ ഒരു ശൈലിയാണിത്. വല്ലപ്പോഴും വല്ല വ്യക്തിയുടെയും തിന്മ ഉദാഹരണമായി എടുത്തു കാണിക്കേണ്ടി വന്നാൽ വ്യക്തിയുടെ പേര് പറയാതെ അയാളിലെ തിന്മയുടെ മാതൃക മാത്രം അവതരിപ്പിക്കുന്നു. അങ്ങനെ അനുവാചക ദൃഷ്ടിയിൽ അയാളെ വ്യക്തിപരമായി അവഹേളിക്കാതെ തന്നെ വക്താവിന്റെ ഉദ്ദേശ്യം സാധിക്കുന്നു. ദിവ്യഗ്രന്ഥത്തിലും നബിവചനങ്ങളിലും പൊതുവിൽ സ്വീകരിച്ചു പോന്ന ശൈലിയാണിത്. ഇക്കാരണത്താൽ തന്നെ ഇവിടെ ഉദാഹരിച്ച വ്യക്തി ആരാണെന്ന് ഖുർആനിലോ സ്വീകാര്യമായ ഹദീസിലോ വന്നിട്ടില്ല. ആ വ്യക്തി ആരെന്ന് നിർണയിക്കാൻ ഖുർആൻ വ്യാഖ്യാതാക്കൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ബൽഅം ഇബ്നു ബാഊറ, ഉമയ്യത്ത് ബിൻ അബിസ്വൽത്ത്, അബൂ ആമിർ ബിൻ സ്വൈഫിർ റാഹിബ് എന്നിങ്ങനെ നബിയുടെ കാലത്തുള്ളവരോ നബിക്ക് മുമ്പുള്ളവരോ ആയ പലരുടെയും പേർ അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നാൽ ഉപമയിൽ ഉദ്ദേശിച്ച പ്രത്യേക വ്യക്തി ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിലിരിക്കുന്നു എന്നതാണ് പരമാർത്ഥം. പക്ഷേ ഉദാഹരണം അതേ ഗുണമുള്ള ഏത് വ്യക്തിക്കും ചേരും. وَلَوْ شِئْنَا لَرَفَعْنَاهُ بِهَا وَلَكِنَّهُ أَخْلَدَ إِلَى الْأَرْضِ وَاتَّبَعَ هَوَاهُ فَمَثَلُهُ كَمَثَلِ الْكَلْبِ إِن تَحْمِلْ عَلَيْهِ يَلْهَثْ أَوْ تَتْرُكْهُ يَلْهَث ذَلِكَ مَثَلُ الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا فَاقْصُصِ الْقَصَصَ لَعَلَّهُمْ يَتَفَكَّرُونَ. നാം ഇച്ഛിച്ചെങ്കിൽ അയാൾക്ക് ആ ദൃഷ്ടാന്തങ്ങൾ വഴി ഔന്നത്യം പ്രദാനം ചെയ്യുമായിരുന്നു. പക്ഷേ അയാൾ മണ്ണിലേക്ക് കൊട്ടിക്കളയുകയും സ്വേച്ഛകളെ മാത്രം പിൻപറ്റുകയും ചെയ്തു. അതിനാൽ അയാളുടെ അവസ്ഥ ശുനകന്റേതുപോലെയായി. നിങ്ങൾ അതിനെ ദ്രോഹിച്ചാലും അത് കിതച്ച് നാക്കു നീട്ടിക്കൊണ്ടിരിക്കും, വെറുതെ വിട്ടാലും കിതച്ച് നാക്കു നീട്ടിക്കൊണ്ടിരിക്കും. ഇതുതന്നെയാകുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുന്നവർക്കുള്ള ഉപമ. താങ്കൾ ഈ കഥകൾ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. അവർ കുറച്ച് ആലോചിച്ചെങ്കിലോ. സ്വൽപ്പം വിശദമായി മനസ്സിലാക്കേണ്ടുന്ന മൗലിക പ്രാധാന്യമുള്ള വിഷയമാണ് ഈ ചെറിയ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മുൻ സൂക്തം ഉദാഹരിച്ച വ്യക്തിക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച അറിവുണ്ടായിരുന്നു. അതായത് യാഥാർത്ഥ്യ ജ്ഞാനമുള്ള ആളായിരുന്നു അദ്ദേഹം. തന്റെ ജ്ഞാനത്തിന്റെ ഫലമായി അയാൾ സ്വയം തെറ്റെന്ന് മനസ്സിലാക്കിയ ജീവിതചര്യ ഉപേക്ഷിക്കുകയും ശരിയെന്ന് ബോധ്യമുള്ള ചര്യ സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. ജ്ഞാനയുക്തമായ ഈ കർമ്മം കാരണമായി അല്ലാഹു അയാളെ മനുഷ്യത്വത്തിന്റെ മഹത്തായ പദവികളിലേക്ക് ഉയർത്തുമായിരുന്നു. എന്നാൽ അയാൾ ദുനിയാവിന്റെ നേട്ടങ്ങളിലേക്കും ഐഹിക സുഖഭോഗങ്ങളിലേക്കും കുനിയുകയാണുണ്ടായത്. ആസക്തികളെ ചെറുത്തു നിൽക്കുന്നതിന് പകരം അവയ്ക്ക് മുമ്പിൽ അടിയറവ് പറയുകയും ചെയ്തു. ഉത്കൃഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഭൗതിക സുഖങ്ങൾ വെടിയേണ്ടി വരുന്ന അയാൾ അവയ്ക്കടിമപ്പെട്ടു. അങ്ങനെ എല്ലാ ഉന്നത ചിന്തകളും ബുദ്ധിപരവും ധാർമ്മികവുമായ പുരോഗതിയുടെ സാധ്യതകളും കൈയൊഴിയുകയാണുണ്ടായത്. സ്വന്തം ജ്ഞാനം തന്നോട് കാത്തുസൂക്ഷിക്കാൻ ആവശ്യപ്പെട്ട എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുകയാണ് അയാൾ ചെയ്തത്. ഇങ്ങനെ തന്റെ ധാർമ്മിക ദൗർബല്യം കൊണ്ട് മാത്രം സത്യത്തിൽ നിന്ന് ബോധപൂർവം കുതറിയോടിയപ്പോൾ
അത്തരക്കാരെ കാത്ത് പതിയിരുന്ന പിശാച് പിന്നാലെ കൂടി അവൻ അയാളെ ആഴങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ മഹാദ്രോഹി തന്റെ സംഘത്തിൽ ഈ മനുഷ്യനെയും കൊണ്ടുചെന്നെത്തിച്ചേ അടങ്ങിയുള്ളൂ. ബുദ്ധിയും വിവേകവും പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയവരുടെ സംഘമാണത്. തുടർന്ന് അല്ലാഹു ഈ മനുഷ്യനെ ഒരു നായയോട് ഉപമിച്ചിരിക്കുന്നു. അതെപ്പോഴും നാക്ക് പുറത്തേക്ക് നീട്ടിയിരിക്കും. ഉമിനീരാകട്ടെ ഇടയ്ക്കിടെ ഉറ്റി വീണുകൊണ്ടിരിക്കുകയും ചെയ്യും. ശമിക്കാത്ത ആർത്തിയുടെ, ഒരിക്കലും അടങ്ങാത്ത കൊതിയുടെ ലക്ഷണമാണത്. അത്യാർത്തി പൂണ്ട മനുഷ്യനെ ദുനിയാവിന്റെ പട്ടി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതേ ആശയമാണ് ഈ ഉപമയിലും അടങ്ങിയിട്ടുള്ളത്. പട്ടിയുടെ പ്രകൃതം എന്താണ്? ആർത്തി. നടക്കുമ്പോൾ മണം പിടിച്ചേ നടക്കൂ. വല്ലയിടത്തും തീറ്റയുടെ ഗന്ധമുണ്ടോ എന്നാണ് നോട്ടം. പട്ടിയെ കല്ലെറിഞ്ഞു നോക്കൂ, എറിഞ്ഞത് വല്ല എല്ലോ റൊട്ടിക്കഷ്ണമോ ആയിരിക്കുമെന്നാവും വിചാരം. ആ തീറ്റക്കൊതിയൻ ഒരു വേള ഓടിച്ചെന്ന് ആ കല്ലും കടിച്ചു നോക്കിയെന്ന് വരും. ഇനി അശ്രദ്ധയിൽ വിട്ടാലോ? അപ്പോഴും നിറഞ്ഞ കൊതിയോടെ നാക്ക് നീട്ടി കിതച്ചു നിൽക്കുന്നുണ്ടാവും. നായ ലോകത്തെ കാണുന്നത് വയറിന്റെ ദൃഷ്ടി കൊണ്ടാണ്. ഒരു കൂട്ടം പട്ടികൾക്ക് തിന്നാനുള്ള വലിയൊരു ശവം കണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ തനിക്കാവശ്യമുള്ളതുകൊണ്ട് മതിയാക്കാതെ ശവം മുഴുവൻ സ്വന്തമാക്കാനാവും ശ്രമം. മറ്റു നായ്ക്കളെ അടുക്കാൻ സമ്മതിക്കുകയില്ല. ഈ ഉദരപൂജയ്ക്ക് പുറമെ മറ്റു വല്ലതും നായയെ സ്വാധീനിക്കുന്നുവെങ്കിൽ ലൈംഗികാസക്തി മാത്രമാണത്. സ്വന്തം ശരീരത്തിൽ അതിന് താൽപ്പര്യമുള്ള ഒരേയൊരു അവയവം ഗുഹ്യാവയവമാണ്. ചുരുക്കത്തിൽ ഉപമയുടെ ഉദ്ദേശ്യം ഇതാണ്: ദുനിയാപൂജകനായ മനുഷ്യൻ ജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും കയറ് പൊട്ടിച്ചോടുന്നു. എന്നിട്ട് സ്വന്തം ഭാഗധേയം അന്ധമായ ദേഹേച്ഛയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. അപ്പോൾ ആർത്തിയേറിയ പട്ടിയുടെ പതനത്തിലെത്താതിരിക്കുക സാധ്യമല്ല. വയറും ഗുഹ്യ അവയവവും മാത്രമാവും അവന്റെ ലോകം. ساء مثلا القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون. നമ്മുടെ സൂക്തങ്ങളെ നിഷേധിക്കുന്ന ജനത്തിനുള്ള ഉപമ വളരെ ദുഷിച്ചതുതന്നെ. അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون. അല്ലാഹു മാർഗദർശനം നൽകുന്നവനാരോ അവൻ മാത്രമാകുന്നു സന്മാർഗം പ്രാപിക്കുന്നവൻ. ആർക്ക് അല്ലാഹു തന്റെ മാർഗദർശനം വിലക്കുന്നുവോ അവർ പരാജിതരും ലക്ഷ്യമില്ലാത്തവരും തന്നെയാകുന്നു. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أولئك كالأنعام بل هم أضل أولئك هم الغافلون. നാം നരകത്തിന് വേണ്ടി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം മനുഷ്യരും ജിന്നുകളുമുണ്ട് എന്നത് സത്യമാകുന്നു. അവർക്ക് ഹൃദയങ്ങളുണ്ട്, എന്നാൽ അതുകൊണ്ട് അവർ ആലോചിക്കുന്നില്ല. ദൃഷ്ടികളുണ്ട്, അതുകൊണ്ടവർ കാണുന്നില്ല. കാതുകളുണ്ട്, അതുകൊണ്ടവർ കേൾക്കുന്നില്ല. അവർ കാലികളെപ്പോലെയാകുന്നു, അല്ല അവയേക്കാളേറെ വഴിപിഴച്ചവരാകുന്നു. അവർ അശ്രദ്ധയിൽ ആണ്ടുപോയവരാകുന്നു. ഇവരെ സൃഷ്ടിച്ചത് നരകത്തിലിടാൻ വേണ്ടിയാണെന്നോ? ഇവർക്ക് അസ്തിത്വം നൽകിയപ്പോൾ തന്നെ നരകത്തിലെ വിറകാക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെന്നോ ഇതിനർത്ഥമില്ല. മറിച്ച് അല്ലാഹു അവരെ കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചിരുന്നത്. പക്ഷേ അതൊന്നും ഈ ദ്രോഹികൾ പ്രയോജനപ്പെടുത്തിയില്ല. അങ്ങനെ സ്വന്തം ദുഷ്ചെയ്തികൾ കാരണമായി അവസാനം നരകാഗ്നിക്ക് വിറകായിത്തീർന്നു. ഇതാണ് ശരിയായ വിവക്ഷ. ഈ ആശയം പ്രതിഫലിപ്പിക്കാൻ കഠിനമായ ഖേദത്തിലും ദുഃഖത്തിലും മനുഷ്യൻ പ്രയോഗിക്കാറുള്ള ഭാഷാശൈലി സ്വീകരിച്ചുവെന്നേയുള്ളൂ. ഉദാഹരണമായി, ഒരമ്മയ്ക്ക് യുവകോമളന്മാരായ ഏതാനും പുത്രന്മാർ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടുവെന്നിരിക്കട്ടെ. ആളുകളോട് അവർ പറയും, ഞാൻ അവരെ പെറ്റുപോറ്റിയത് ഇതിനായിരുന്നു, ഇങ്ങനെ ഇരുമ്പിനും തീക്കും ഇരയാകാനായിരുന്നു. ആ അമ്മ അവരെ പെറ്റതും പോറ്റിയതും ഈ ലക്ഷ്യത്തോടെയായിരുന്നുവെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദുഃഖാകുലയായ ആ മാതാവ് യഥാർത്ഥത്തിൽ വിലപിക്കുകയാണ്,
ഇത്രയേറെ കഷ്ടപ്പെട്ട് സ്വന്തം ജീവരക്തം കൊടുത്ത് ആ പൊന്നുമക്കളെ പോറ്റി വളർത്തി. എന്നിട്ടും എന്റെ പ്രയത്നഫലത്തെ വിധി ആ കാപാലികരുടെ കൈയാൽ ഇவ்விധം മണ്ണിൽ കുഴിച്ചു മൂടിക്കളഞ്ഞുവല്ലോ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ഉത്കൃഷ്ടമായ നാമങ്ങളാൽ തന്നെ അവനെ പ്രാർത്ഥിക്കുവിൻ. അവന് നാമകരണം ചെയ്യുന്നതിൽ നേരിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ വെടിയുവിൻ. തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രഭാഷണം സമാപനത്തോടടുക്കുകയാണ്. ഉചിതമായ ഉപസംഹാരമെന്ന നിലയിൽ ഉപദേശവും വിമർശവും ഇടകലർന്ന സ്വരത്തിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ ശ്രോതാക്കളെ ഉണർത്തുകയാണിവിടെ. അതോടൊപ്പം പ്രവാചക പ്രബോധനത്തിന് നേരെ പ്രതിയോഗികൾ അവലംബിച്ചു പോന്ന അവഹേളനത്തിന്റെയും നിഷേധത്തിന്റെയും ഭവിഷ്യത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മനുഷ്യൻ ഭാഷയിൽ വസ്തുക്കൾക്ക് നൽകുന്ന നാമങ്ങളെല്ലാം അവയെ സംബന്ധിച്ച് തന്റെ മനസ്സിലുള്ള ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതത്രേ. ധാരണയിലെ അപര്യാപ്തത നാമത്തെ അപര്യാപ്തമാക്കുന്നു. നാമത്തിന്റെ ന്യൂനത ധാരണയുടെ ന്യൂനതയെയും വ്യക്തമാക്കുന്നു. അതേപ്രകാരം വസ്തുക്കളെ സംബന്ധിച്ച് മനസ്സിൽ കുടികൊള്ളുന്ന ധാരണയെ ആശ്രയിച്ചിരിക്കും അവയുമായുള്ള അവന്റെ ബന്ധവും സമീപനവും. തെറ്റായ ധാരണ തെറ്റായ സമീപനവും, ശരിയായ ധാരണ ശരിയായ സമീപനവും പ്രകടമാക്കുന്നു. പ്രാപഞ്ചിക വസ്തുക്കളെപ്പോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചും ഈ വസ്തുത ശരിയാണ്. ദൈവനാമങ്ങൾ നിർണയിക്കുന്നതിൽ മനുഷ്യൻ ചെയ്യുന്ന അബദ്ധങ്ങളെല്ലാം ദൈവത്തിന്റെ സത്തയെയും ഗുണവിശേഷങ്ങളെയും സംബന്ധിച്ച അവന്റെ വിശ്വാസത്തിലുള്ള അബദ്ധത്തിന്റെ പ്രതിഫലനമാകുന്നു. അപ്രകാരം തന്നെ ദൈവത്തെ സംബന്ധിച്ച സങ്കല്പത്തിലും വിശ്വാസത്തിലും മനുഷ്യന് പറ്റുന്ന അബദ്ധത്തിന്റെ അളവും വിധവുമനുസരിച്ച് ജീവിതത്തിന്റെ സദാചാരനയം രൂപവൽക്കരിക്കുന്നതിലും അബദ്ധം സംഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ സദാചാരം രൂപം കൊള്ളുന്നത് അവൻ ദൈവത്തെക്കുറിച്ചും ദൈവവുമായി തനിക്കും പ്രപഞ്ചത്തിനുമുള്ള ബന്ധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും സ്വരൂപിച്ചു വെച്ച ധാരണകളെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് ദൈവനാമങ്ങളുടെ നിർണയത്തിൽ അബദ്ധം വരുത്തുന്നത് സൂക്ഷിക്കണമെന്ന് അല്ലാഹു പറഞ്ഞത്. ഉത്തമനാമങ്ങളെ ദൈവത്തിനുള്ള അലങ്കാരമാകൂ. അവ കൊണ്ട് മാത്രമേ അവനെ സ്മരിക്കാവൂ. ദൈവനാമങ്ങളിൽ വക്രത കൈക്കൊള്ളുന്നവരുടെ അന്ത്യം വളരെ ശോചനീയമാണ്. ഉത്കൃഷ്ടനാമങ്ങളെന്നാൽ അല്ലാഹുവിന്റെ മഹത്വവും ഔന്നത്യവും പരിശുദ്ധിയും പവിത്രതയും സദ്ഗുണസമ്പൂർണതയും പ്രകാശിപ്പിക്കുന്ന നാമങ്ങളെന്നർത്ഥം. അൽഹാദിന്റെ അർത്ഥം മധ്യത്തിൽ നിന്ന് തെറ്റുക, നേർരേഖയിൽ നിന്ന് വ്യതിചലിക്കുക എന്നൊക്കെയാണ്. അസ്ത്രം കുറിക്കുകൊള്ളാതെ പിഴച്ചു പോകുമ്പോൾ അറബിയിൽ അൽ ഹദ്ദി സഹ്മിൽ ഹദ്ഫി എന്ന് പറയും. ദൈവനാമങ്ങളിൽ ഇൽഹാദ് എന്നാൽ ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തതോ അവനോടുള്ള ഭക്തി ആദരങ്ങൾക്ക് നിരക്കാത്തതോ അവനിലേക്ക് കുറ്റങ്ങളും കുറവുകളും ചേർത്തു പറയുന്നതോ ആയ നാമങ്ങളാണ്. അഥവാ പരിശുദ്ധവും പരമോന്നതവുമായ ദൈവസത്തയെ സംബന്ധിച്ച വല്ല അബദ്ധസങ്കല്പവും പ്രകാശിപ്പിക്കുന്ന നാമങ്ങൾ അവന് നൽകുക എന്നർത്ഥം. ദൈവത്തെ മാത്രം വിളിക്കാവുന്ന നാമം കൊണ്ട് സൃഷ്ടികളെ വിളിക്കുന്നതും ഇൽഹാദ് തന്നെയാകുന്നു. അല്ലാഹുവിന്റെ നാമങ്ങൾ വക്രീകരിക്കുന്നവരെ വിട്ടേക്കുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. നേരാം വണ്ണം കാര്യം ധരിപ്പിച്ചിട്ടും ധരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളുടെ വക്രവാദങ്ങളിൽ കുടുങ്ങേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അവരുടെ മാർഗഭ്രംശത്തിന്റെ പരിണാമം അവർ അനുഭവിച്ചുകൊള്ളും. وَمِمَّنْ خَلَقْنَا أُمَّةٌ يَهْدُونَ بِالْحَقِّ وَبِهِ يَعْدِلُونَ. തികഞ്ഞ സത്യമനുസരിച്ച് ഉപദേശിക്കുകയും സത്യാനുസാരം നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗവും നമ്മുടെ സൃഷ്ടികളിലുണ്ട്. وَالَّذِينَ كَذَّبُوا بِآيَاتِنَا سَنَسْتَدْرِجُهُم مِّنْ حَيْثُ لَا يَعْلَمُونَ. നമ്മുടെ സൂക്തങ്ങളെ നിഷേധിക്കുന്നവരുണ്ടല്ലോ, അവരെ നാം ക്രമേണ അവരറിയുക പോലും ചെയ്യാത്ത രീതിയിൽ നാശത്തിലേക്ക് കൊണ്ടുപോകും. وَأُمْلِي لَهُمْ إِنَّ كَيْدِي مَتِينٌ. നാം അവർക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുകയാകുന്നു. നമ്മുടെ തന്ത്രം സുഭദ്രമത്രേ.
وكذلك نفصل الآيات ولعلهم يرجعون. നോക്കുക,